പഴമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ കഥ പറയുന്ന പുതിയ കാലത്തിൻ്റെ കഥാകാരനാണ് മൃദുൽ വി.എം. ഭാഷയുടെ അനാവശ്യ ഏച്ചുകെട്ടലുകളൊന്നുമില്ലാതെ മൃദുൽ കഥ പറഞ്ഞു പോകുമ്പോൾ വായനക്കാരൻ വളരെ എളുപ്പത്തിൽ കഥകളുടെ ലോകത്തിൽ അകപ്പെട്ടു പോവുകയാണ്. 14-ാം വയസ്സിൽ കപ്പണക്കുഴിയിൽ വീണു മരിച്ച തൻ്റെ ജ്യേഷ്ഠൻ രാജീവൻ ഇപ്പോൾ കല്യാണപ്രായമാണ്. അവൻ്റെ കല്യാണം കഴിയാതെ തൻ്റെ കല്യാണം നടത്തില്ലെന്ന അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനത്തിൽ വേദനിച്ചിരുന്ന സജീവന് ഈ പ്രേത കല്യാണം എന്ന പരിപാടി അങ്ങ് ഇഷ്ടപ്പെടുന്നു. ഇനിയെങ്കിലും വഴിമുടക്കിയായി ജ്യേഷ്ഠൻ ഉണ്ടാകില്ലെന്ന ആശ്വാസം കൂടിയാണത്. ഒരു മണിയാണി വരെയൊക്കെ നോക്കാം അല്ലേ മണി എന്ന ചോദ്യം എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും കല്യാണക്കാര്യത്തിൽ ജാതി എത്രത്തോളം വേരൂന്നി നിൽക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. മകൻ്റെ ആത്മാവിന് ചേർന്നൊരു ആത്മാവിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലായിട്ടാണോ, അല്ല ജീവിച്ചിരിക്കുന്ന മകൻ്റെ ഭാവി ജീവിതം ഓർത്താണോ, അതോ ഭാര്യയുടെ സംവാദങ്ങളെ ഭയന്നാണോ എന്തോ രാജീവൻ്റെ അച്ഛൻ ആദ്യം നിരസിച്ച ബീനയുടെ ആലോചന പിന്നീട് സമ്മതിക്കുകയാണ്. അങ്ങനെ ബീനയുടെ ആത്മാവിനെ തൻ്റെ മകൻ രാജീവൻ്റെ ആത്മാവുമായി ചേർത്തു വയ്ക്കാൻ രാഘവൻ നായർ സമ്മതിക്കുന്നു. കുളെ എന്നാൽ തുളു ഭാഷയിൽ ആത്മാവ് അല്ലെങ്കിൽ പ്രേതം എന്നാണ് അർത്ഥം. ആലോചനയും നിശ്ചയവും കല്യാണവും ഇതിൻ്റെ ഭാഷയുമൊക്കെ കുളെ വായിച്ചിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. DC ബുക്സാണ് കുളെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.